ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ് ടേബിൾസ് എന്നുള്ളതിലെ പ്രോബ്ലംസ് ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താണ് ഗ്രൂപ്പ് ടേബിളിന്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ടേബിൾ അത് ആ ഓപ്പറേഷൻ ക്ലോഷർ ആണോ, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പറയാം. അതിൽ ഐഡന്റിറ്റി ഉണ്ടോ എന്ന് പറയാൻ പറ്റും. അസോസിയേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അതിൽ ഓരോ എലമെന്റ് ഇൻവേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒക്കെ ഗ്രൂപ്പ് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതെപ്പോഴും ഫൈനൈറ്റ് ഗ്രൂപ്പ്സിന് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, ഫൈനൈറ്റ് എലമെന്റ് ഉള്ള സെറ്റിൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇൻഫൈനൈറ്റ് സെറ്റ് വെച്ചാൽ നമുക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഗ്രൂപ്പ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് എ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 omega square where omega is the cube root of unity form an abelian group with respect to multiplication. ഇത് a equal to 1 omega square എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, അതായത് ഒമേഗ ക്യൂബ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷനിൽ ഒരു അബീലിയൻ ഗ്രൂപ്പാണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ഗ്രൂപ്പ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഗിവൺ ഒമേഗ ക്യൂബ് ഇസ് ഈക്വൽ ടു 1 അല്ലേ, ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഗ്രൂപ്പ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കുള്ള ആൾക്കാർ എ ഈക്വൽ ടു സെറ്റ് എന്താണ്? എ ഈക്വൽ ടു സെറ്റ് 1 ഒമേഗ സ്ക്വയർ ഇതാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് 1 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 1. 1 into omega is equal to omega. 1 into omega square is equal to omega square. Next, what is omega into 1 is equal to omega. Omega into omega is equal to omega square. Omega into omega square is equal to omega cube, which is equal to 1. അല്ലേ? സോ ഇനി അതിൽ ഒരു ടേബിൾ കൂടി നോക്കാണ്ട്. വാട്ട് ഈസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു 1. ലാസ്റ്റ് വൺ ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ റേസ് ടു 4 ഇസ് ഈക്വൽ ടു ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ which is equal to 1 into omega, that is equal to omega. So നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്രൂപ്പ് ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യാം. 1 ഇൻറ്റു അല്ലേ, ഇതിന്ന് നമുക്ക് പേഴ്സ് 1 1 1 ഒമേഗ സ്ക്വയർ, ഒമേഗ 1 ഒമേഗ സ്ക്വയർ. അങ്ങനെ നമുക്ക് 9 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 നമുക്ക് ഓർഡേർഡ് പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഗ്രൂപ്പ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടുക, ഗ്രൂപ്പ് ടേബിൾ കിട്ടുക ഇൻറ്റു 1 ഒമേഗ സ്ക്വയർ മുകളിൽ എഴുതി, 1 ഒമേഗ സ്ക്വയർ താഴത്ത് എഴുതി, 1 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 1, 1 ഇൻറ്റു ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ, 1 ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. അങ്ങനെ നമ്മൾ ആ ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോവാണ് ഇത് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിൾ. ക്ലിയർ ആണല്ലോ? ഒമേഗ ക്യൂബ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് വെച്ചു. ഇനി നമുക്ക് നോക്കണം ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമോ. അപ്പോൾ നോക്കി നോക്കൂ, ഇതാണ് നമ്മുടെ ടേബിൾ അല്ലേ. ഇതാണ് നമ്മളെ ടേബിൾ. ഈ ടേബിളിനകത്ത് ആരൊക്കെ ഉണ്ട്? 1 ഇതിവിടെ ഉള്ളതാണ് അല്ലേ. 1 ഉള്ളിലുള്ളതാണ്. ഒമേഗ സെറ്റിലുള്ള ആളാണ്. ഒമേഗ സ്ക്വയർ സെറ്റിലുള്ളതാണ്. അതല്ലാതെ ഈ സെറ്റിനകത്ത് ആരെങ്കിലും ഉണ്ടോ? അല്ലേ, ഇവിടെ ഹിയർ ഈസ് ഒമേഗ സ്ക്വയർ 1 ഒമേഗ. ഈ സെറ്റിലുള്ള ആൾക്കാരല്ലാതെ വേറെ ആരുമില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് സാറ്റിസ്ഫൈസ് ദ ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പറയാൻ പറ്റും. ഇനി നമുക്കറിയാം 1 ഒമേഗയുടെ ക്യൂബാണ് 1. അപ്പോൾ ഒമേഗ സ്ക്വയർ ഒക്കെ എന്താണ്? 1ന്റെ റൂട്ടുകളാണ്. അപ്പോൾ അതൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ 1 ഒമേഗ സ്ക്വയർ 1 റിയൽ നമ്പർ ആണ്,
ഒമേഗയും ഒമേഗ സ്ക്വയർ ഒക്കെ എന്തായിരിക്കും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പറാണ്. നമുക്ക് 1നെ നമുക്ക് 1+0 എന്ന് എഴുതാലോ. അപ്പോൾ 1 ഒമേഗ ഒമേഗ സ്ക്വയർ എന്നുള്ളതൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. നമുക്കറിയാം കോംപ്ലക്സ് നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് എന്താണ്, അസോസിയേറ്റീവ് ആണ്. അപ്പോൾ ജസ്റ്റ് അത് എഴുതി വെച്ചാൽ മതി. സോ വി റൈറ്റ് ദാറ്റ് സിൻസ് ഓൾ ദ എൻട്രീസ് ഓഫ് ദ കോമ്പോസിഷൻ ടേബിൾ ആർ എലമെന്റ്സ് ഓഫ് എ, ടേബിളിനകത്ത് ആൾക്കാരൊക്കെ എക്കകത്തെ ആൾക്കാരാണ്. സോ the set A is closed with respect to multiplication. That is, multiplication is a binary composition. That is binary opposition. Composition എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ, ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി അടുത്ത എലമെന്റ് നമ്മൾ നോക്കി, സെറ്റ് ഓഫ് എ, എലമെന്റ്സ് ഓഫ് എ ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് അസോസിയേറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മളെ എക്കകത്തെ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും, അസോസിയേറ്റീവ് ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കി, ക്ലോഷർ പ്രോപ്പർട്ടി നോക്കി, G1 ആക്സിയം നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. നമ്മൾ വീണ്ടും നമ്മൾ ആ ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. നമുക്കറിയാം അല്ലേ, ഈ ഫസ്റ്റ് റോ വീണ്ടും നമുക്ക് വരുന്നുണ്ടോ, ഉണ്ട്. അപ്പോൾ അതിന് നേരെയുള്ള ആളാണ് ആര്, ദിസ് ഈസ് അവർ ഐഡന്റിറ്റി, ലെഫ്റ്റ് ഐഡന്റിറ്റി. സിമിലർലി നമ്മൾ എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് കോളം അതുപോലെ തന്നെ വരുന്നുണ്ടോ, ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് നേരെ ആരാണ്, അതാണ്. സോ 1 ഈസ് ദ ഐഡന്റിറ്റി. ഇപ്പോൾ ആരുണ്ട്, ഇവിടെ ആരുണ്ട്, 1 എന്നത് ഐഡന്റിറ്റിയാണ്. സോ ഐഡന്റിറ്റി എക്സിസ്റ്റ്. നമ്മൾ നോക്കാം, നമ്മൾ 1 ഒമേഗ ഒമേഗ സ്ക്വയർ, അതിന് നേരെയുള്ള ആള് ഐഡന്റിറ്റി. ഇവിടെ 1 ഒമേഗ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയ 1. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ് അല്ലേ, ദീസ് ആർ സെയിം. Therefore we can say that there exists an identity which is 1. So here നമുക്ക് എന്ത് എഴുതാൻ പറ്റും, the row headed by 1 എന്ന് പറഞ്ഞാൽ 1ന് നേരെ മുകളിലുള്ള coincide with the top row അല്ലേ. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ മുകളിലത്തെ റോന് സെയിം ആണ് അല്ലേ. 1 ഒമേഗ ഒമേഗ സ്ക്വയർ അല്ലേ കോളത്തിൽ കിടക്കുന്നത്. അതിൽ 1ന് സ്ട്രെയിറ്റ് ഉള്ള ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന റോനോട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, സെയിം ആണ്. അതേപോലെ 1ന് താഴേക്ക് അല്ലെ, 1ന് താഴെയുള്ള കോളം, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ഏറ്റവും ലെഫ്റ്റ് കോളത്തിനോട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ്, സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 is the identity element. ഇനി അടുത്ത് നമ്മൾ നോക്കണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം അല്ലേ. അപ്പോൾ 1 ആണ് നമ്മൾ ഐഡന്റിറ്റി. അപ്പോൾ നോക്കാം, വിച്ച് ആർ ദ ഇൻവേഴ്സ് ഓഫ് 1. 1ന്റെ ഇൻവേഴ്സ് ആരാ. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് പോവുക എവിടെയാണോ ഐഡന്റിറ്റി വരുന്നത് അതിന് നേരെ മുകളിലേക്ക് അല്ലേ. So we can say that 1 into 1 is equal to 1. So the inverse of 1 inverse is equal to 1. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണ്, ഒമേഗ. ഒമേഗയുടെ ഇൻവേഴ്സ് ആരാ, ഇൻവേഴ്സ് ഓഫ് ഒമേഗ. ഒമേഗയ്ക്ക് നേരെ എവിടെയാണ് ഐഡന്റിറ്റി വരുന്നത്, 1. അപ്പോൾ നേരെ മുകളിലേക്ക്. സോ ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. Therefore ഒമേഗ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. തിരിച്ചു നോക്കി, ഒമേഗ സ്ക്വയർ നേരെ എവിടെ ഐഡന്റിറ്റി വരുന്നത്, 1 അല്ലേ, ഒമേഗയ്ക്കാണ്. സോ therefore ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ ഇസ് ഈക്വൽ ടു 1. Therefore ഒമേഗ സ്ക്വയർ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഒമേഗ. സോ 1ന്റെ ഇൻവേഴ്സ് 1, ഒമേഗയുടെ ഇൻവേഴ്സ് ഒമേഗ സ്ക്വയർ, ഒമേഗ സ്ക്വയറിന്റെ ഇൻവേഴ്സ് ഒമേഗ. അതായത് നമ്മൾ എക്കകത്ത് 3 എലമെന്റ് ഉണ്ട്, 3നും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം. അത് നമ്മൾ പറയാൻ മറന്നുപോയി, എല്ലാ കോളത്തിലും ചെക്ക് ചെയ്യാം. ഇതിനകത്ത് ഫസ്റ്റ് റോയിൽ 1 ഒമേഗ ഒമേഗ സ്ക്വയർ, 1 ഒരു വട്ടുണ്ട്, ഒമേഗ ഒരു വട്ടുണ്ട്, ഒമേഗ സ്ക്വയർ ഒരു വട്ടുണ്ട്. താഴത്ത് ഒമേഗ ഒമേഗ സ്ക്വയർ 1. അപ്പോൾ എല്ലാം ഒരു വട്ടം മാത്രമേ ഉള്ളൂ, ഓരോ വട്ടം എല്ലാം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ടേബിളിനകത്ത് എല്ലാ എലമെന്റ്സും അറ്റ്ലീസ്റ്റ് ഒരു വട്ടം ഉണ്ട്, മാക്സിമം ഒരു വട്ടമേ ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് പറയാൻ പറ്റും, എല്ലാം വരുന്നുണ്ട്. ഇൻ ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം
of the above table, each element of the set appears exactly once. അത് നിർബന്ധമായിട്ട് നോക്കണം, ഒരു വട്ടല്ലേ വരുന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 1 × 1 1, അപ്പോൾ 1 ഇൻവേഴ്സ് 1. ഒമേഗ × ഒമേഗ സ്ക്വയർ 1, അപ്പോൾ ഒമേഗയുടെ ഇൻവേഴ്സ് ഒമേഗ സ്ക്വയർ. പിന്നെ ഒമേഗ സ്ക്വയറിന് ഇൻവേഴ്സ് ഒമേഗ. അപ്പോൾ എല്ലാവരും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യാണ്ട് ജസ്റ്റ് നമുക്ക് അതുകൂടി ഒന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇതിൽ നോക്കാം. നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ഡയഗണൽ എലമെന്റ്സ് നമ്മളെടുത്തു. ഇതാണ് ഡയഗണൽ എലമെന്റ്സ്. ഇതിനെന്തായാൽ മതി? സിമെട്രിക് ആയാൽ മതി. അതായത് ഇത് രണ്ടും സെയിം ആവുക, ഈ എലമെന്റും സെയിം ആവുക, ഇത് രണ്ടും സെയിം. ക്ലിയർ ആണല്ലോ? ഇവിടെ ഒമേഗ 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 സ്ക്വയർ 1 1. സോ ഇതെന്താണ്? ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഈ ടേബിൾ എന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് വൺ. ഇനി അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? എല്ലാം നമ്മൾ പറഞ്ഞ എക്കകത്ത് എല്ലാ എലമെന്റ്സും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പേര് അബീലിയൻ. സോ A is a abelian group under multiplication. ഇനി എക്കകത്ത് എത്ര ആൾക്കാരുണ്ട്? എക്കകത്ത് 3 ആൾക്കാരുള്ളത്. A has 3 elements. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? A, ഡോട്ട് എന്നുള്ള ആ ഗ്രൂപ്പിന്റെ ഓർഡർ 3 ആണ്. കാരണം എക്കകത്ത് 3 ആൾക്കാരുണ്ട്. ഓക്കെ, താങ്ക് യു.